ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഓൺലൈനിലായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കുള്ള അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ആണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ഓൺലൈൻ പോളിസിയിൽ മിക്കവാറും ഒരു ഏജൻറ്റ് ഉണ്ടാകില്ല. അതൊരു ഓൺലൈൻ പോളിസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ പ്രീമിയം കുറച്ച് കുറവുണ്ടാവും. ചിലപ്പോൾ ഒരു അഡ്വൈസർ മുഖാന്തരം എടുക്കുന്ന പോളിസികൾ 2000-3000 ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കുറവ് കിട്ടിയെന്ന് വരും. അതിൻ്റെ മെറിറ്റ് അതാണ്. എന്നാൽ അതിൻ്റെ ഡിമെറിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസിസ്റ്റൻസ്, ഫിസിക്കൽ അസിസ്റ്റൻസ് വരാം. ഇതൊരു കുറവ് വന്നു, നിങ്ങളുടെ ക്ലെയിമിനൊരു തടസ്സം വന്നു, അല്ലെങ്കിൽ ക്ലെയിം പാസ്സാകാൻ സ്വല്പം സമയം വൈകി. അപ്പം നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരു അഡ്വൈസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളെ കോൺടാക്ട് ചെയ്യാം. അതല്ല നിങ്ങൾ അവരുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്ന ഒരാൾ അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. രണ്ടാമത് വരുന്നത് ഒരു റീഇംബേഴ്സ്മെൻറ്റ് വരികയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി ടൈപ്പിൽ ഒരു ആശുപത്രിയിൽ നിങ്ങൾ അഡ്മിറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ചികിത്സാ ചെലവുകളെല്ലാം നിങ്ങൾ ആദ്യം അടയ്ക്കണം. അടച്ചതിന് ശേഷം അതിൻ്റെ ബില്ലും അതിൻ്റെ ഡിസ്ചാർജ് സമ്മറിയും നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും ക്ലെയിം ഫോം ഡോക്ടറെ പൂരിപ്പിച്ച് ഇതെല്ലാം കൂടി ഇൻഷുറൻസ് കമ്പനിയിൽ കൊണ്ട് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിന് പേയ്മെൻറ്റ് വരുന്നത്. അപ്പം നിങ്ങൾ തന്നെ അന്വേഷിച്ച് പോകണം. പക്ഷേ നിങ്ങളുടെ അഡ്വൈസർ ഉണ്ടെങ്കിൽ അയാൾ ഇതെല്ലാം ചെയ്യും. ഇനി ക്യാഷ്ലെസ് ക്ലെയിം കിട്ടിയ ഒരാളെ സംബന്ധിച്ച് അയാൾക്കുണ്ട് ഒരു റീഇംബേഴ്സ്മെൻറ്റ്. ഈ ക്യാഷ്ലെസ് ക്ലെയിമിന് ഇയാൾ അഡ്മിറ്റ് ആയ സമയത്ത് ഇതിന് മുൻപ് ചിലപ്പോൾ ഇയാൾ ഇതിന് മരുന്ന് വാങ്ങിയിട്ടുണ്ടാവും, മുൻപ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ഒരാളെ സംബന്ധിച്ച് മുൻപ് ചിലപ്പോൾ എക്കോ ചെയ്തിട്ടുണ്ടാവും, TMT ചെയ്തിട്ടുണ്ടാവും, ആൻജിയോഗ്രാം ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെയൊക്കെ പൈസ നമുക്ക് കിട്ടും. അതുപോലെ ഡിസ്ചാർജ് ആയതിനു ശേഷം ചിലപ്പോൾ ഒരു മാസം വരെ മരുന്ന് കഴിക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ പൈസ നിങ്ങൾക്ക് കിട്ടും. അതും ഇതേപോലെ തന്നെ എൻ്റെ ബില്ലും സാധനങ്ങളും എല്ലാം കൂടി ഡോക്ടറെ കൊണ്ട് പൂരിപ്പിച്ച്, എൻ്റെ ക്ലെയിം ഫോം പൂരിപ്പിച്ച്, ഡോക്ടർ സിഗ്നേച്ചർ, ആശുപത്രി സീൽ എല്ലാം കൂടി നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് കൊടുക്കണം. മിക്കവാറും തന്നെ ഓൺലൈൻ പോളിസിയുടെ ഇൻഷുറൻസിൻ്റെ ഓഫീസ് മിക്കവാറും ഹെഡ് ഓഫീസായിരിക്കും, ബോംബെയിലോ ഡൽഹിയിലൊക്കെ ആയിരിക്കാം. പിന്നെ ഇവിടുത്തെ ലോക്കൽ ഓഫീസുകൾ അന്വേഷിച്ച് നടന്ന് അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അവിടെ നിങ്ങൾക്കൊരു അഡ്വൈസർ ഉണ്ടെങ്കിൽ അയാൾ നിങ്ങളെ സഹായിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പ്രീമിയത്തിൽ ചെറിയൊരു കുറവ് കിട്ടുന്നല്ലാതെ നിങ്ങൾക്ക് വേറെ കാര്യമായിട്ട് ബെനിഫിറ്റ് ഓൺലൈൻ പോളിസിയിൽ ഇല്ല. അത് എടുക്കണമെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണേ. നിങ്ങൾക്ക് എപ്പോഴും ഒരു അഡ്വൈസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംശയം ആളെ വിളിച്ച് ചോദിക്കാം, എന്ത് സഹായത്തിന് ആളുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക. എൻ്റെ പേര് ആൻ്റണി തോമസ്, ഇൻഷുറൻസ് അഡ്വൈസറാണ്. കഴിഞ്ഞ 25 വർഷത്തിലധികം ഇൻഷുറൻസ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇൻഷുറൻസ് സംബന്ധമായ എന്താ ആവശ്യത്തിനും എന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പരമാവധി എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. വാട്സപ്പിൽ നിങ്ങൾ ഒരു വോയിസ് ഇടുക, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇടുക. അത് ഇടുമ്പോൾ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ സ്ഥലം, ഇത് 3 വെച്ചിട്ട് നിങ്ങൾ സംശയം എന്തായാലും നിങ്ങൾക്ക് അതിൽ വോയിസ് ഇടാം. ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. അടുത്ത നമ്മൾ 2 വീഡിയോ, ഇതിപ്പോൾ ഞാൻ ഓൺലൈൻ പോളിസിയെ കുറിച്ചാണ്, അടുത്തൊരു ബാങ്കിങ് പോളിസിയെ കുറിച്ചിട്ടും എംപ്ലോയർ പോളിസിയെ കുറിച്ച് അടുത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഷുറൻസ് സംബന്ധമായ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. വാഹന ഇൻഷുറൻസിനെ കുറിച്ച്, ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച്, LICയെ കുറിച്ചിട്ട്, വാഹന അപകടം സംഭവിച്ചാൽ എന്ത് ചെയ്യണം, അതുപോലെ ഒരാളെ വണ്ടി ഇടിച്ച് എന്ത് ചെയ്യണം, ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതെല്ലാം കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ.